തമിഴ്നാട്ടിൽ കരൂർ ദുരന്തം നടന്നപ്പോൾ എല്ലാവരും ആലോചിച്ചത് മരണസംഖ്യ എത്രയെന്നല്ല, MK സ്റ്റാലിൻ വിജയിയെ എന്ത് ചെയ്യുമെന്നതായിരുന്നു. കാരണം കരൂർ ദുരന്തത്തിന് പിന്നാലെ തമിഴ്നാട് മൊത്തം ഉറപ്പിച്ചതാണ് തമിഴക വെട്രി കഴക നേതാവ് നടനുമായ വിജയ് അകത്താകുമെന്ന്. കാരണം തമിഴ്നാട്ടിലെ പ്രതികാര രാഷ്ട്രീയം അങ്ങനെയാണ്. ഇത് സ്റ്റാലിന് പറ്റിയൊരു അവസരമാണ്. തന്റെ ഏറ്റവും പുതിയ എതിരാളിയായി ഉയർന്നു വരുന്ന തമിഴക വെട്രി കഴക നേതാവിനെ പിടിച്ച് അകത്താക്കിയാൽ പ്രശ്നങ്ങൾ പകുതി തീരുമെന്നത്. തമിഴ്നാട് കാത്തിരിക്കുകയായിരുന്നു ഏത് സമയമായിരിക്കും ആ നടപടി ഉണ്ടാകുക എന്ന്. കാരണം മുമ്പൊരിക്കൽ ജയലളിതയെ കരുണാനിധിയുടെ ശവമഞ്ച വാഹനത്തിൽ നിന്നും DMK-ക്കാർ തള്ളിയിറക്കിയത് ലോകം മൊത്തം ടെലിവിഷനിലൂടെ കണ്ടതാണ്. തൊട്ടു പിന്നാലെ ജയലളിത സർക്കാർ കരുണാനിധിയുടെ വസതിയിലും കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിലും സൺ TV ഓഫീസിലുമൊക്കെ റെയ്ഡ് നടത്തിയതും ലൈവായി പ്രതികാര രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പായി ലോകം കണ്ടതാണ്. പക്ഷേ ഇത് കാലം വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് കരൂർ വിഷയത്തിൽ ഒരു സേഫ് സ്റ്റാൻഡ് എടുത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എതിരാളികളെയും സ്വന്തം പാർട്ടിക്കാരെയും വരെ ഞെട്ടിച്ചുകളഞ്ഞത്. വിജയെ തൊട്ടാൽ കാര്യങ്ങൾ കൈവിടുമെന്ന പേടി കൊണ്ട് തന്നെയാണ് ദുരന്തത്തിൽ വിജയെ പ്രതിയാക്കരുതെന്ന് MK സ്റ്റാലിൻ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരൂർ ദുരന്തത്തിൽ വിജയിയെ പ്രതിയാക്കി ഇതുവരെ കേസെടുക്കാത്തത് അതുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാകുമെന്നും ഇത് അവസരം മുതലെടുക്കാൻ BJP-യെ സഹായിക്കുമെന്നാണ് സ്റ്റാലിന്റെ നിലപാട്. കരൂർ അപകടമുണ്ടായതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ ചെന്നൈയിലേക്ക് എത്തിയ വിജയെ തേടി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഫോൺ കോൾ എത്തിയിരുന്നു. വിജയ് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വിസമ്മതിച്ചു എന്നൊക്കെയായിരുന്നു വാർത്തകളെങ്കിലും ഇരുവരും തമ്മിൽ ദീർഘനേരം സംസാരിച്ചതായാണ് വിജയുടെ അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. തൊട്ടു പിന്നാലെ MK സ്റ്റാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയുടെ ഒരു വീഡിയോയും പുറത്തു വന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയല്ലാതെ തന്റെ പാർട്ടിക്കാരെ ഉപദ്രവിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജയുടെ ആ വീഡിയോ. ഒരു സിനിമാ താരത്തിന്റെ വീഡിയോ ആണത്. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ TVK പ്രവർത്തകരെ തുടരുതെന്നും താൻ ചെന്നൈയിലെ വീട്ടിലോ ഓഫീസിലോ ഉണ്ടാകുമെന്നാണ് വിജയ് ആ വീഡിയോയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി സാർ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യൂ, എന്റെ പാർട്ടി ഓഫീസിൽ ഉണ്ടാകും ഞാൻ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകും, രാഷ്ട്രീയ യാത്ര തുടരുമെന്നാണ് വിജയ് പറഞ്ഞത്. വിജയ് ഇതും പറഞ്ഞു, നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. ഇത്രയും ആളുകൾക്ക് ദുരന്തമുണ്ടായപ്പോൾ എങ്ങനെയാണ് തനിക്ക് നാട് വിട്ടു വരാനാകുക? ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അവിടേക്ക് താൻ അപകട സമയത്ത് വീണ്ടും വരാതിരുന്നത്. പരിക്കേറ്റവരെ ഉടൻ കാണും, വേദനയിൽ കൂടെ നിന്നവർക്കും നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നന്ദിയുണ്ട്. ഇതായിരുന്നു വിജയുടെ ആ വീഡിയോയിലെ വാക്കുകൾ. അങ്ങനെയാണ് വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും രാഷ്ട്രീയ യോഗങ്ങളിലെ അപകടങ്ങളിൽ പാർട്ടികളുടെ ഉന്നത നേതാക്കളെ പ്രതിയാക്കുന്നത് നല്ല കീഴ്വഴക്കമല്ല എന്ന നിലപാടിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നെത്തിയത്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ തമിഴകത്തെ പ്രതികാര രാഷ്ട്രീയം വീണ്ടും നാളെ കത്തിയേരെ. തിരഞ്ഞെടുപ്പത്തിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം നീക്കങ്ങൾ DMK-യുടെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പും സ്റ്റാലിനുണ്ടായിരുന്നു. എന്തായാലും വിജയുടെ ഗൂഢാലോചനാവാദം അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. സ്റ്റാലിൻ പക്ഷേ വിജയുടെ വെല്ലുവിളിയിൽ പ്രതികരിച്ചിട്ടില്ല. വിജയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ DMK വക്താവ് ശരവണൻ വിജയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് വിജയുടെ പുതിയ തിരക്കഥയാണെന്നും വീഡിയോ പുറത്തിറക്കാൻ 4 ദിവസം എടുത്തത് തന്നെ അത് വീഡിയോ സംവിധായകൻ കണ്ട് ക്യാമറമാൻ ഷൂട്ട് ചെയ്ത് കട്ടും ആക്ഷനും ഒക്കെ പറഞ്ഞ് അന്തിമ ചിത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്, സിനിമ പുറത്തിറക്കുന്നത് പോലെ എന്നാണ് ശരവണൻ പറഞ്ഞു വെച്ചത്. കരൂർ ദുരന്തത്തിൽ വിജയ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് DMK-യുടെ നിലപാട്. വിജയ് നിയമം ലംഘിച്ചതിനാലാണ് ദുരന്തമുണ്ടായത്. 41 പേരുടെ മരണത്തിനിടയാക്കിയതിന് കാരണവും വിജയ് തന്നെയാണെന്നാണ് ശരവണൻ വ്യക്തമായി പറയുന്നത്. എന്തായാലും കരൂർ ദുരന്തത്തിൽ സംസ്ഥാന നേതാക്കളെ ഒന്നും ചെയ്യേണ്ട എന്ന സ്റ്റാലിൻ നിർദ്ദേശം നിലനിൽക്കെ തന്നെ TVK-യുടെ കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകനെ അറസ്റ്റ് ചെയ്തിരുന്നു. ചടങ്ങ് സംഘടിപ്പിച്ച നേതാക്കൾക്കെതിരെ മാത്രം നടപടിയെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെയും DMK-യുടെയും നിലപാട്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. TVK നേതാവും കരൂർ സ്വദേശിയുമായ പവൻ രാജിനെയും കസ്റ്റഡി എടുത്തു. ഈ പവൻ രാജാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് പോലീസിൽ അനുമതിക്കായി അപേക്ഷ നൽകിയത്. എന്തായാലും തമിഴകത്തെ പ്രതികാര രാഷ്ട്രീയം പതിയെ പതിയെ വിട പറയുകയാണോ അതോ
ഹിംസയുടെ വക്കിൽ നിന്നും അഹിംസയുടെ പാതയിലേക്ക് DMKയും MK സ്റ്റാലിനും ഒക്കെ തിരിയുകയാണോ എന്ന് വേണം ഇനി കാത്തിരുന്ന് കാണാൻ. കാരണം തമിഴകത്ത് ഇതൊരു പുതിയ സംഭവമാണ്, പുതിയൊരു തിരക്കഥയുടെ തുടക്കമാണ്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ജയലളിതയ്ക്കെതിരെ നടന്ന ആക്രമണങ്ങൾ, കരുണാനിധിക്കെതിരെയും മറ്റ് നേതാക്കൾ DMKയുടെ നേതാക്കൾക്കെതിരെ നടന്ന ADMK വക ആക്രമണങ്ങൾ, അന്നത്തെ ADMK ജയലളിത സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആക്രമണങ്ങൾ, കേസുകൾ, ഒടുവിൽ പിന്നെയും DMK സർക്കാർ ജയലളിതയ്ക്കെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കുന്നു സ്വത്ത് സമ്പാദന കേസിൽ. അങ്ങനെ തമിഴകത്തെ പ്രതികാര രാഷ്ട്രീയം അങ്ങനെ പുകഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഈ പ്രതികാര രാഷ്ട്രീയമാണ് തമിഴകത്തെ മറ്റ് DMK, ADMK അടക്കമുള്ള PMK അടക്കമുള്ള പാർട്ടി പ്രവർത്തകരിലേക്കും വൈറലായി പോകുന്നതും പകർന്നു പോകുന്നതും ഒരു പ്രതികാര രാഷ്ട്രീയമായി തന്നെ. ഈ ഒരു പാതയിലേക്ക് തന്റെ പാർട്ടി വരരുത് എന്നാണ് നടൻ വിജയ് പല തവണയായി പ്രഖ്യാപിച്ചത്. വെട്രി കഴകം പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രതികാര രാഷ്ട്രീയമില്ല, പ്രവർത്തകരും പ്രതികാര ബുദ്ധിയോടെ നിൽക്കരുതെന്നായിരുന്നു വിജയുടെ നേരത്തെ തന്നെയുള്ള ആഹ്വാനം. അതിനിടയ്ക്കാണ് ദുരന്തം വന്നുപെട്ടതും 41 പേർ ദൗർഭാഗ്യകരമായി മരണപ്പെടാനിടയായതും പിന്നീട് ഏറ്റവും പുതുതായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ തീരുമാനം വന്നിരിക്കുന്നതും വിജയെ തൽക്കാലം പ്രതിയാക്കേണ്ട എന്ന്. എന്തായാലും തമിഴകത്തെ പുതിയ വിശേഷങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൽ കരൂർ ദുരന്തത്തിന്റെ തിരക്കഥയിൽ അപ്ഡേഷൻ ഉണ്ടായേക്കാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച